ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മളൊക്കെ ഇവിടുത്തെ ജോലിക്കാരാ. അപ്പോ നിക്കേണ്ടടുത്ത് നിക്കണം. സംഭവം ഈ വീട്ടിൽ എല്ലാവരും എല്ലാ സ്വാതന്ത്ര്യവും തനിക്ക് തരുന്നുണ്ട്. അത് ശരിയാ. അത് മുതലെടുക്കരുത്. ഉദാഹരണത്തിന് താൻ ഇവിടെ നീന്താൻ ഇറങ്ങുമ്പോഴായിരിക്കും അർജുൻ സാറും വരുന്നത്. അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ചിലപ്പോ പറയാത്തതാവും. ആര് പറഞ്ഞു ബുദ്ധിമുട്ടാവുന്ന്? ഞാനും അർജുനേട്ടനും ഒന്നിച്ച് നീന്താറുണ്ടല്ലോ. അർജുനേട്ടനോ? അർജുൻ സാറ്. അർജുൻ സാറ്. ഒന്നാമത്തെ കാര്യം, തനിക്ക് വിവരം തീരെയില്ല. അപ്പൊ പിന്നെ ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. രമാദേവി മാഡത്തിന്റെ ഇളയ മകനെന്നും പറഞ്ഞു നടക്കുന്ന തന്നോട് ഞാൻ എന്തു പറയാനാ? അതിന് രമാ മാഡത്തിന്റെ ഇളയ മകനെ താൻ കണ്ടിട്ടുണ്ടോ? അതിന് തന്റെ രമാമയ്ക്ക് ഒരു മകനല്ലേ ഉള്ളൂ, അർജുൻ സാറ്. അല്ല, ഒരാളുകൂടിയുണ്ട്. ആളൊരു മുറ്റ. താൻ വെറുതെ പറയുന്നതാ എന്നെ കളിയാക്കാനായിട്ട്. അല്ലെന്നേ, ഇവിടെ മൊത്തം 2 ആൺമക്കളാ. ഒന്ന് അർജുൻ സാറ്, മറ്റേത് അഖിൽ സാറ്. പുള്ളി വല്ലപ്പോഴും മാത്രമേ ഇവിടെ വരാറുള്ളൂ. പക്ഷെ വന്ന അതൊരൊന്നൊന്നര വരവായിരിക്കും. പിന്നെ തന്റെ ഈ സംസാരം കൊണ്ടൊന്നും അയാളുടെ അടുത്ത് പോകരുത്, വിറപ്പിച്ചു കളയും. സത്യം പറഞ്ഞ രമാമയ്ക്ക് ഒരു അഖിൽ സാറിനെ പേടിയാ. അതെ, അമ്മയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും. കാണാൻ നല്ല സുന്ദരൻ, നല്ല സ്വഭാവം. പക്ഷേ ദേഷ്യം വന്നാ പിന്നെ പിടിച്ചാ കിട്ടത്തില്ല. പുള്ളി എവിടെയാ? അങ്ങ് ദൂരെ എവിടെയാണ്. കുറെ ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. ഇനിയിപ്പോ ഉടനെ വരും. എന്താ പുള്ളിക്ക് ജോലി? ഗവൺമെന്റ് ജോലിയാ, പോലീസിലാ. പോലീസോ? ഈ മിസ്സിംഗ് കേസുകളാ കൂടുതൽ അന്വേഷിക്കുന്നത്. അന്ന് ഞങ്ങൾ അവാർഡ് വാങ്ങാൻ പോയില്ലേ, അവിടെ എവിടെയാണ് പുള്ളിയുടെ സ്റ്റേഷൻ എന്നാ ഇവിടുത്തെ സാറ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ആളൊരു ഭയങ്കരനാ. 4 അല്ല 5 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരെക്കുറിച്ചെങ്കിലും തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം തോന്നിയ പിന്നെ മുട്ടിന് താഴെ വെടിവെക്കും. പുള്ളിക്കാരന്റെ ഹോബിയാ ഈ വെടിവെപ്പ്. പോലീസുകാർക്ക് പിന്നെ മുട്ടിന് താഴെ വെടിവെക്കാനുള്ള പവർ ഉണ്ടല്ലോ. എന്തെങ്കിലും സംശയം തോന്നിയ പിന്നെ അപ്പൊ വെടിവെച്ച് തൂക്കി അകത്തിടും. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അടുക്കാനൊന്നും പോകണ്ട. ഒന്ന് കരുതിയിരുന്നോ, കൊമ്പന, ഒറ്റ കൊമ്പൻ.